CITUവിനെതിരെയും ആശാ വർക്കർമാർ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. CITU പ്രവർത്തകർ വീട് കയറി ഭീഷണിപ്പെടുത്തുകയാണ്. ജോലി വാങ്ങി നൽകിയത് തങ്ങളാണെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജോലിയിൽ തിരികെ പ്രവേശിക്കണം എന്നാവശ്യപ്പെട്ടതായിട്ടും സമരസമിതി നേതാവ് മിനി നേരത്തെ പ്രതികരിച്ചിരുന്നു. ഇന്നലെ മുതൽ സംസ്ഥാനത്തെമ്പാടും പ്രാദേശിക നേതാക്കൾ, CITUവിന്റെ നേതാക്കൾ ആശാവർക്കർമാരുടെ വീടുകളിൽ കയറി നിങ്ങൾ ഈ സമരത്തിൽ പോകരുതെന്നും ഞങ്ങൾക്ക് ജോലി വാങ്ങിത്തന്ന നിങ്ങളാണെന്നും അതുകൊണ്ട് ഈ സമരത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ട് എത്രയും വേഗം ജോലിയിൽ തിരികെ പ്രവേശിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. പക്ഷെ ആശാവർക്കർമാർ വളരെ തന്റെ ഇടത്തോടുകൂടി ധൈര്യത്തോടുകൂടി ഇത് ഞങ്ങളുടെ ജീവിക്കാനുള്ള അവകാശമാണ്, 232 രൂപയ്ക്ക് ഞങ്ങൾക്ക് ഇനിയും തുടർന്ന് ജോലി ചെയ്യാൻ സാധിക്കില്ല എന്ന നിലയിൽ തന്നെ പറഞ്ഞുകൊണ്ട് ഈ സമരവുമായി മുന്നോട്ട് പോകുന്നു പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ ഇത് വലിയൊരു പ്രശ്നമാണ്. സംഭവം നാട്ടിലെമ്പാടും ആളുകൾക്കിടയിൽ ഒരു വലിയൊരു ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി CPMന്റെ ഭാഗത്തുനിന്നും CITUവിന്റെ നേതാക്കളുടെ ഭാഗത്തുനിന്നും വളരെ മോശമായ അധിക്ഷേപങ്ങളും പരാമർശങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിന്റെ തുടർച്ച തന്നെയാണിത്. സ്വാഭാവികമായും അതങ്ങനെ ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യാനാണ്? ഞങ്ങൾ പ്രത്യേകിച്ച് ഇതിനകത്ത് നടപടിയൊന്നുമില്ല. ഞങ്ങളുടെ ആശമാർക്ക് വളരെ വ്യക്തതയുണ്ട്. അതല്ല, എന്തെങ്കിലും അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതുമായി ചൂണ്ടിക്കാട്ടി എന്തെങ്കിലും പരാതി കൊടുക്കുമോ അതോ എങ്ങനെ നേരിടുമെന്നാണ് ചോദ്യം? അത് ഞങ്ങൾ അതിനെ തള്ളിക്കളയാണ്. കാരണം ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ വാദങ്ങളും അധിക്ഷേപങ്ങളും അപഹാസ്യമായ വാക്കുകളെ സംബന്ധിച്ച് ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനും മറുപടി നാട്ടുകാർ തന്നെ കൊടുത്തുള്ളൂ. ആശമാരുടെ സമരം സംസ്ഥാന വ്യാപകമായി വ്യാപിപ്പിക്കുമ്പോൾ CITUവിന്റെ ബദൽ സമരവും നടക്കുകയാണ്. ബദൽ സമരമല്ല ഞങ്ങൾ നടത്തുന്നത്, കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയാണ് എന്ന് CITU നേതാക്കൾ, CPM നേതാക്കൾ പറയുകയും ചെയ്യുന്നു. മറ്റു വാർത്തകൾ നോക്കാം ട്രെൻഡ്സിലിന്റെ വേളയ്ക്ക് ശേഷം.